ഈ ലൈറ്റ് ഇറ്റ്സ് ഓക്കെ. ഹലോ ഗൈസ്, വന്നിട്ടുണ്ടല്ലോ വനമാല. എടാ നീ എന്തിനാടാ ചെറുക്ക കിടന്ന് കരയണത്? നിന്നെ പട്ടി കടിച്ചാടാ? ആടാ, ഗൂഢാലോചന തന്നെടാ. എന്താടാ കുഴപ്പം? നിന്നെ ഒതുക്കേണ്ടത് എൻ്റെ ആവശ്യമാണടാ. അയ്യോടാ, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. ഞാനിനി എന്തെന്ന് എങ്ങോട്ട് വളരാൻ? ചാക കുഴി കാലും നീട്ടിയിരിക്കണ ഞാനിനി എങ്ങോട്ട് വളരാനടാ കോന്ത്രക്കാല്? എന്തുവാടാ അങ്ങ് കിടന്ന് തിളയ്ക്കുന്നുണ്ടല്ലോ? പൂട്ടിയത് ആരുടെ ചാനല്? ഷെഫീനാടാ ചാനല്. പ്ലാനിങ് ആരുടേത്? നിന്നെ ഞാൻ കോൾ ചെയ്തോ? ഇല്ലല്ലോ, നീയല്ലേ എന്നെ കോൾ ചെയ്ത് പറഞ്ഞേ. ഓ, പാവം തോന്നിയോ നിനക്ക്? അബസ്ഥ അബസ്ഥ അബസ്ഥ. എന്തുവാടാ കിടന്ന് തിളയ്ക്കണേ? മുതുകാട് സാറ്, മുതുകാട് എനിക്ക് പൈസ തന്ന് ഞാൻ പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ എനിക്ക് പൈസ തന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ മേളി പറയും, അതിൻ്റെ മേളി ഞാൻ പറയും. അതുകൊണ്ടല്ലേ നിന്റെ വായിന്ന് കിട്ടിയത്. ഈ തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഐ എം ഗോയിങ് ടു ഗീവ് മൈ ഫോൺ. യു ക്യാൻ ടേക്ക് ഹിസ്റ്ററി. ഐ എം ഗിവിങ് യു പെർമിഷൻ. മുതുകാടിൻ്റെ കൂടെ ഒരു ഫോൺ സംഭാഷണം നിനക്ക് തെളിയിക്കാമെങ്കിൽ നീ പറയുന്നിടത്ത് ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ഒരു സംഭാഷണം നിനക്ക് തെളിയിക്കാമെങ്കിൽ നീ പറയുന്നിടത്തുണ്ട് ഞാൻ. ഇത് രണ്ടും നീ എന്ത് KUNN വിചാരിച്ചാലും തെളിയിക്കത്തില്ല. എന്തുകൊണ്ടെന്നറിയോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. എടാ, അതിൻ്റെ മേളി പറയും ഞാൻ. അതിൻ്റെ മേളി പറയും നീ ഒരു സാത്താനാണെന്നും നീ ഒരു പെശകാണെന്നും നീ ഒരു സോഷ്യൽ ഈവിളാണെന്നും ഞാൻ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയില്ലല്ലോടാ. എത്രയോ ദിവസം മുമ്പേ പറയാൻ തുടങ്ങിയില്ലേ പിന്നെ വളരാനായിട്ട്. എടാ, എനിക്ക് നിന്നെ കണക്ക് പണക്കൊതിയില്ല. എൻ്റെ ചാനൽ പോയപ്പം നീയാണത് ചെയ്യിച്ചതെന്ന് എനിക്കറിയാം. സോറി പറഞ്ഞാൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞ ചാനലിന് വേണ്ടി ഷെഫീന സോറി പറഞ്ഞോ? നീ പറഞ്ഞു. ഇത്രയും വലിയ ശത്രുവായ, ആ പബ്ലിക് വേസ്റ്റായ, ആ മൊറ്റ കുഴപ്പമായ ഷെഫീനായെ വിളിച്ച് നീ കരഞ്ഞു. ഷെഫീന കരഞ്ഞില്ല. അവിടെ ഉണ്ട് ഞാൻ. അവിടെ എനിക്ക് പണം വേണമോ, എൻ്റെ പ്രശസ്തി വേണമോ, എൻ്റെ ചാനൽ വേണമോ എന്നുള്ളത് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നീ വെളുപ്പിക്കാൻ നോക്കല്ലേ. ഗൂഢാലോചന നടത്തിയത് ഞാനോ ഉണ്ണി മുകുന്ദനോ മുതുകാടോ ആണെങ്കിൽ ഒരു സ്ഥാപനത്തിന് നശിപ്പിക്കാനല്ലേടാ. നിന്നെ പോലെ സോഷ്യൽ ഈവിളിനെ നശിപ്പിക്കാനല്ലേ. നിന്റെ കൂട്ടുകാരൊക്കെയാടാ. മല്ലു ട്രാവലർ. ആരടാ മല്ലു ട്രാവലർ? പോക്സോ പ്രതിയാടാ. പോക്സോ കേസുണ്ടോ അവന്റെ പേർക്ക്? അവന്റെ ആദ്യ ഭാര്യ കൊടുത്ത പോക്സോ കേസുണ്ട്. ഉണ്ടോ? അവനെ നീ വെളുപ്പിച്ചോ? ആരടാ നീ? ആരെടുത്താ നീ ഈ പടം പറയണേ? ഇതൊക്കെ കേട്ട് വിശ്വസിച്ചങ്ങ് വരും. നീ എന്ത് കരയണത്? നന്ന സങ്കടം ഉണ്ടല്ലയോ? കരയടാ. കരച്ചിൽ നീ കരയണം. പിന്നെ ഡബിൾ ഫാദർ സിൻഡ്രോം, 3 ഫാദർ സിൻഡ്രോം. നിനക്ക് പഞ്ചായത്ത് മുഴുക്ക ഫാദറല്ലേടാ. നിന്റെ അമ്മച്ചി പഞ്ചായത്തിൽ മുഴുക്ക കയറി ഉണ്ടാക്കിയതാ നിന്നെ. അതുകൊണ്ടാണ് നീ ഈ രീതിയിലായി പോയത്. നിനക്ക് മനുഷ്യത്വമുണ്ട. നീ എൻ്റെ മോനെ പറഞ്ഞത് ഓർമ്മയുണ്ട? നിനക്ക് എങ്ങനെ തോന്നിയടാ? നിനക്ക് ഇത്രയും വീഡിയോ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ കുട്ടീനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുത്ത് വെറുത്താലും കൊഴുത്തറുത്ത് മാറ്റിയാലും ഞാൻ അവരെ വെറുതെ വിടത്തില്ല. ഞാൻ അമ്മയാ. ഐ എം എ സ്ട്രോങ് ലേഡി ഫോർ മൈ സൺ. എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീമിൽ ഞാൻ പോകുന്നു നീ പറഞ്ഞില്ലേ? കറക്റ്റാണത്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീമിൽ ഞാൻ പോകും. എൻ്റെ കുഞ്ഞിനെയാണ് നീ അപമാനിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. നിന്നെ തീർക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യമാണ്. എടാ, കൊല്ലാനൊക്കെ നീ എടാ കക്കൂസ് പൊളിച്ചാരെങ്കിലും ജയിലിൽ പോകണം പ്രാന്ത. എടാ, നിന്നെപ്പോലൊരു കക്കൂസിനെ പൊളിക്കാൻ എനിക്ക് വട്ടുണ്ടാ? അതല്ല എൻ്റെ ഉദ്ദേശം. പൊതുജനം മനസ്സിലാക്കണം. വിത്ത് ക്ലിയർ എവിഡൻസ്. ക്ലിയർ എവിഡൻസാണ് ഞാൻ കൊടുത്തത്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. നീ പ്ലേ ചെയ്ത വോയിസ് ഏതെന്ന് എനിക്കറിയാം. 9 ദിവസം ഇവിടെ നിന്ന് തിന്ന് തൂറിയിട്ട് പോയ ഒരു സാത്താൻ്റെ മോള് നിനക്ക് കൊടുത്തന്നത്. എടാ, അത് ഇത്രയും വൈകിയാണ് നിനക്ക് കിട്ടിയത്. അത് വെരി ബിഗിനിങ് നിനക്ക് കൊണ്ട് തരാൻ വേണ്ടി അവൾക്ക് ഇട്ട് കൊടുത്ത വോയിസാണ്. ആദ്യമേ കൊണ്ടിട്ട് കൊടുത്തതാണ്. അത് നിൻ്റെ അടുത്ത് എത്താൻ, ഞങ്ങൾക്കൊപ്പം ഇവരൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാനായിട്ട്. അന്നേ അത് ചെയ്യൂലേ? ഇനിയിപ്പോൾ ഉണ്ണിക്ക് ചെയ്യണമെങ്കിൽ തന്നെ അന്നേ ചെയ്യൂലേ? നിനക്ക് സ്ട്രോങ് കോൺഫിഡൻ്റ് അല്ലേ ഉണ്ണി അത് ചെയ്യത്തില്ല എന്ന്? ഉണ്ണിയെടുത്ത് ഇനി ഉണ്ണി മുഖത്ത് തന്നെ കാണുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റേ സ്ട്രോങ്. ഇവനെതിരെ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. കാരണം ഇവർ സോഷ്യൽ ഈവിളാണ്. ഇനിയും ചെയ്യാൻ നിങ്ങൾ ആമാന്തിച്ച് നിന്നാൽ, ഇനിയും ഞങ്ങൾക്കൊപ്പം വന്ന് ചേരാൻ നിങ്ങൾ മടിച്ചു നിന്നാൽ, നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് വളരെ വൃത്തികെട്ട ഒരു മെസ്സേജ് ആയിരിക്കും. ഇതുപോലൊരു സോഷ്യൽ ഈവിളിനെ തീർക്കാൻ കൂടെ നിൽക്കുക തന്നെ വേണം. ഇവനൊരു കുന്താത്തി സുനാഫിക്കേഷനും പൊക്കി വെച്ചോണ്ടിരുന്നോണ്ട് അങ്ങ് വരാവധിക്കും. ഞാൻ എല്ലാവരോടും വളരെ ക്ലിയർ ആണ്. ഞാൻ എല്ലാവരോടും വലിയൊരു പ്രശ്നമില്ല. എനിക്ക് ആരോടും ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ വളരെ സിസിയാണ്. നീ ഒരു പിണ്ണാക്കുമല്ല. നിനക്ക് തിന്നണം അരി. അതാണ് നിന്റെ ലക്ഷ്യം. അത് ഞാൻ പറഞ്ഞില്ലേ, നീ കളിച്ചത് ഈ പാവപ്പെട്ട കുട്ടികളോട് അതായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നീ 10 തലമുറയ്ക്ക് അനുഭവിക്കുക. എനിക്ക് തലമുറ ഉണ്ടാവുമെങ്കിൽ അത് ഞാൻ എടുത്തു പറയും. ഉണ്ടാവുമെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്. എന്തുകൊണ്ടെന്നറിയാം? പല ശാപങ്ങൾ ഇങ്ങനെ അനുഭവിക്കുക.
അർത്ഥമില്ലാത്ത കാര്യമല്ലടാ, അർത്ഥവത്തായ വാക്കാണത്. ശാപമാണ് നിനക്ക്. എത്ര മനുഷ്യർ നീ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്, എത്ര മനുഷ്യർക്കെതിരെ നീ തിരിഞ്ഞിട്ടുണ്ട്. നിന്റെ കിക്ക് എന്തിനാടാ നീ തുടങ്ങിയത്? എന്താണടാ കിക്കിന്റെ ഇത് നീ പറഞ്ഞേ? നീ അതിനകത്ത് കയറി എന്ന് പറഞ്ഞ പല വിരുദ്ധങ്ങളും ഈ ഫോർ ക്രിയേഷൻസ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതെന്താടാ നീ പറയാത്തെ? ഞങ്ങളൊരു സാധനം മുക്കൂല. ഈ സൈഡിൽ നിന്ന് ഒരു വീഡിയോ ഒരു വീഡിയോ ഞങ്ങൾ മുക്കുമെങ്കിൽ നീ പറയുന്നിടത്ത് ഞങ്ങളുണ്ട്. എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് നിന്റെ കൂട്ടുകാരെടുത്തോ നിന്റെ അടുത്തോ കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണത് കറക്റ്റാണ്. എനിക്ക് വളരാൻ വേണ്ടി ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നു. എനിക്ക് വളരണ്ടടാ. എൻ്റെ ഈ ചാനൽ കൂടെ നീ കൊണ്ടെത്തുന്നു. ഈ ചാനൽ പോലും വേണ്ട. പക്ഷേ ഈ വിഷയത്തിൽ മുതുകാടിനെ നീ ടാർഗറ്റ് ചെയ്തെന്നുള്ളത് കൃത്യമായ തെളിവാ തന്നെ. കട്ട് ആൻഡ് പേസ്റ്റ് അല്ലടാ, ഫുൾ റെക്കോർഡ് ഞാൻ പ്ലേ ചെയ്യാൻ തയ്യാറാണ്. ഇച്ചിരി മണിയും കൊണ്ടൊന്നും ഉണ്ടാക്കല്ലേ. ഞാൻ അവളൊക്കെ അയച്ചു കൊടുത്തത് മനഃപൂർവ്വം ഞാൻ അയച്ചു കൊടുത്തതാണ്. അതിനേക്കാൾ കൂടുതൽ അവളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പറഞ്ഞില്ലേ അവള്? ഈ മൂക്കണയാനെ കൊണ്ട് മാപ്പ് പറയിക്കാനുള്ള സാധനം തന്നെ അവിടെ കൊടുത്തത്. കാരണം എനിക്ക് പ്രയാസമുണ്ട് ചെറുക്കനിക്കെതിരെ കേസ് കൊടുക്കാൻ. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എനിക്ക് അവനെതിരെ പ്രയാസമുണ്ട് കേസ് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കൊണ്ട് പറഞ്ഞത്. അവർ മാപ്പ് പറഞ്ഞാൽ എനിക്ക് തീരും. എനിക്ക് അത്ര ദേഷ്യ ചെറുക്കനോടുള്ളൂ. ഈ മൂക്കണയ ഒരു മാപ്പ് പറഞ്ഞാൽ മതി, അതോടെ എൻ്റെ പ്രശ്നം തീരും. അവൻ എന്നെ പറ്റിച്ചതാണ്, കളിച്ചതാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്കല്ലേ അവൻ കോൾ ചെയ്തത്? എന്നെ കോൾ ചെയ്ത് മാപ്പ് പറഞ്ഞതല്ലേ. പിന്നീട് ഞാൻ പറഞ്ഞിട്ടില്ല അവർ മഹാകുഴപ്പമാണ്, വിച്ചിയാണ്, അവർ തേങ്ങയാണ്, മാങ്ങ. ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് ഞാൻ അഡ്രസ്സ് എന്താ പറഞ്ഞത്? നിനക്ക് അഡ്രസ്സ് പറയാൻ ധൈര്യം ഉണ്ടാ? നിനക്കുണ്ടാ ധൈര്യം? ഷെഫീനക്ക് അതുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയാമോ? എൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കണോടാ, എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കണോടാ ഞാൻ എന്താണെന്ന്. നിന്നെ പോലെ ഇപ്പം ഈ വിഷയം തന്നെ ഇത്രത്തോളം എക്സ്ട്രീം ആയപ്പോൾ എൻ്റെ വീട്ടുകാരാ പറഞ്ഞത് അവളെ വിട്ടേരേ, ചവറ് പറക്കിയ അതിനെ വിട്ടേരേന്ന്. അങ്ങനെ പറയാൻ നിന്റെ വീട്ടിൽ ആളില്ലാത്തോണ്ടാ നീ ഇങ്ങനെ നടക്കുന്നത്. മനസ്സിലായ? ഇവിടെ എന്തുവാ പടവലങ്ങിയാണോ കുത്തി കയറ്റുന്നേ? നീ ഒരു സ്ത്രീയെ നോക്കി പറഞ്ഞതല്ലേടാ. എന്താ കുത്തിക്കയറ്റുന്നേന്ന് നീ കണ്ടോടാ? ഞാൻ അതാണോ കുത്തിക്കയറ്റ്? നിന്റെ അമ്മ കുത്തിക്കയറ്റുന്ന സാധനം കണ്ടിട്ട് നീ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോടാ? മറന്നുപോയാടാ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഷെഫീനായെ വിളിക്കാൻ? ഹൗ ഡെയർ യു! നീ അങ്ങനെ വിളിച്ചെന്നെ? നിനക്കങ്ങനെ ധൈര്യം വന്നോടാ? എന്റെ നേരെ വന്ന് നിനക്കെന്താ എതിക്കാൻ ധൈര്യമുണ്ടാ? ഞാൻ നിന്നെ വെല്ലുവിളിക്കാണ്. ഈ നിയമ സംവിധാനമൊന്നല്ല, ലോകത്തുള്ള ഒരു ശക്തിക്കും എന്റെ കൈ നിന്റെ ചെവിട്ട് പൊളിക്കുന്ന തിരിച്ചെടുക്കാനൊക്കത്തില്ല. അറിയാമോ? അടിച്ച് ഞാൻ പൊട്ടിച്ചു കളയുന്ന അറിയ നിന്നെ. നീ അത്ര വെറുവാക്കലായിട്ടവനാ. ഈ വിഷയത്തിൽ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതേടാ നീ എന്ന വ്യക്തി എന്താണെന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ ചെയ്തിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. വടി വെട്ടാൻ പോയിരിക്കുന്നതേ ഉള്ളൂ. അടി ഇനി എത്ര നിനക്ക് ബാക്കി കിടക്കുന്നു? നിനക്ക് ഇന്നലെ അറിയാമോ? ഞാൻ മുതുകാട് സാറിനോട് എടുത്തു പറഞ്ഞു ഇവൻ സോഷ്യൽ ഈവളാണ്, നിങ്ങൾ പ്രതികരിക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞ എന്താ? കുറച്ചുകൊണ്ട് പോട്ടെ, എനിക്കത് പ്രശ്നമില്ല. എൻ്റെ ഈ കുട്ടികൾ, ഈ സ്ഥാപനം ഇത് നഷ്ടപ്പെട്ടു പോകരുതെന്നാ മനുഷ്യൻ പറഞ്ഞത്. എടാ നാറി, അങ്ങനെയാ പാവപ്പെട്ടവൻ പറഞ്ഞേ. ആ പാവപ്പെട്ടവൻ അങ്ങനെയാടാ പറഞ്ഞത്. അത്ര പോലും നന്ദിയില്ലാത്തവനായി പോയില്ലടാ. നിന്നെ ഞാനും വിട്ടതാ, പോയി ജീവിച്ച പിഴച്ചു പോ. നിന്നെയൊക്കെ നിന്റെ കുറേ സബ്സ്ക്രൈബേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, നീ പിഴച്ചു പോവോ? ജബീനായി ഉണ്ടാക്കാൻ വരല്ലേ? അതിന് വേറെ വെള്ളം വാങ്ങി വെച്ചേരാ കേട്ടാ. നീയും സുനിതാ ദേവദാസും കൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ് ഷിഹാബിനെ. 2 മാസം പ്രാക്ടീസ് കൊടുത്ത്. ഷെബീൻ ഇതെവിടെയും പറഞ്ഞില്ലല്ലോ. ഉണ്ണി മുകുന്ദനെയും മുതുകാടിനെയും പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു എന്ന് എവിടെയെങ്കിലും ഷെബീന പറഞ്ഞ? അങ്ങനെ ഒരു സാധനം കൊണ്ടുതരാമോ? ഉണ്ടെങ്കിൽ കൊണ്ട. ഐ എം ഗിവിങ് മൈ ഫോൺ ടു എനി വൺ. വേണ്ട. സൈബർ സെല്ലുകാർക്ക് എൻ്റെ ഫോൺ കോൾ ഹിസ്റ്ററി എടുക്കാം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് CC ക്യാമറയുണ്ട്, അത് പരിശോധിക്കാം. ഉണ്ണി മുകുന്ദനെയോ വേറെ ആരെയെങ്കിലുമോ ഇവിടെ മീറ്റിംഗ് വെച്ചതായിട്ടോ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഞാൻ ഓപ്പൺ ബുക്ക് യാർ. നീ പിടിച്ച കൂടൂല. പിന്നെ ഇതിൻ്റെ പേരിനോ അല്ലെങ്കിൽ എനിക്ക് വളർന്ന് പന്തലിക്കാനോ ഒന്നുമല്ല. ഇത് എനിക്ക് വളർന്ന് പന്തലിക്കാനും പേരിനുമില്ല. അത് നീ പിടിച്ചാലും നീ ചവിട്ടി പിടിച്ചാലും ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ എത്തിക്കൊള്ളൂ. അതിന് നിന്റെ സൗജന്യമൊന്നും വേണ്ട. അത് നീ കോണത്തിൽ വെച്ചാൽ മതി കേട്ടോടാ. പോയി കൂലിപ്പണിക്ക് പോയി കൂലിപ്പണി എടുത്ത് വീട്ടിലുള്ളവർക്ക് ചിലവിന് കുറവാൻ നിനക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ പോടാ. അതിന് പകരം നീ ഇരുന്നോണ്ട് കൊണയടിക്കല്ലേ. നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നിന്റെ ഗൂഢാലോചന ഞാൻ പുറത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ട്, എവിഡൻസ് ഉൾപ്പെടെ. അങ്ങനെ സാധനം നീ കൊണ്ടുവയ്ക്കും. എന്നിട്ട് പറ. ഇനി ഉണ്ണി മുകുന്ദനാണ് ആടാ, അയാൾ ചെയ്യണ്ടേ? നീ എന്താ വരാതോന്ന് അയാളെ പറഞ്ഞത്? അവൻ്റെ അബ്രിങ്സ് എന്ന് പറഞ്ഞാൽ നീ കളിയാക്കിയില്ലേ? അയാളെ ചെയ്തതിൽ എന്താ കുഴപ്പം? അയാൾ ഞങ്ങൾക്കൊപ്പം നിന്നെങ്കിൽ നീ തീർന്നേനെ എന്നെ. അയാൾ നിന്നില്ല, അയാൾ വന്നില്ല, ഞങ്ങൾ ആ കോണ്ടാക്ട്സുമായി പോയില്ല. ജിനു ഇനഫ്. ജിനു തന്നെ നിനക്ക് പണി തന്നില്ലേ? അത് മാത്രമാണോടാ? ജിനുവിന് ക്യാഷ് കൊടുക്കുന്നേ.
ഞാനത് വോയിസുമായിട്ട് 9 മണിക്ക് വരുന്നുണ്ട്, നീ വെയിറ്റ് ചെയ്തോ. എൻ്റെ പുള്ള വോയിസ് ഞാൻ കേൾപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നൊന്ന് തുടങ്ങി കിട്ടണമായിരുന്നു. ബാക്കി നീ കണ്ടോ. ഷെഫീന അടുത്ത സാധനം കൊണ്ട് വരുന്നുണ്ട്. നീ ഈ പറയുന്നവർക്ക് പൈസ കൊണ്ട് കൊടുത്തില്ലടാ എനിക്കെതിരെ എന്നെ കൊണ്ടുണ്ടാക്കാനായിട്ട്. ഈ ജിനുവിൻ്റെ കെട്ടിയോൾക്കെതിരെ കെട്ടിയോളെടുത്ത് നീ പൈസ കൊണ്ട് കൊടുത്തില്ലേ? എന്തിനുകൊണ്ട് കൊടുത്തു? ഷെഫീനായെ തീർക്കേണ്ട ആവശ്യം നിനക്കാണ്. നിനക്ക് വളരാൻ നീ എന്നെ ചവിട്ടിത്താഴ്ത്തി. നിനക്ക് വളരാൻ ഞാൻ തെറിക്കാരിയാക്കി എന്നെ നീ ഇടിച്ചു കെട്ടി. ഞാൻ അതുകൊണ്ട് ആ പിള്ളേരെ എല്ലാം വിട്ടെ. ഒറ്റണത്തിനെതിരെ കേസ് കൊടുക്കൂല. അയ്യേ, അതൊക്കെ ചീള് പിള്ളേര് പുഴുക്കള്, അമ്മരെ ഞാൻ കളിയാക്കും, അത്രയേ ഉള്ളൂ. കൊടുക്കൂല. എനിക്കൊരു അബദ്ധം പറ്റിയത് ആ ജട്ടി ജിനുവിനെതിരെ പെറ്റീഷൻ ആയിപ്പോയി. നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ബാക്കി ഞാൻ ഹോൾഡ് ചെയ്യൂലടാ. നീയാണ് വിഷം. നീ അവരെ കൊണ്ട് കളിപ്പിക്കുക ചെയ്ത്. നീ ആ പിള്ളേരെ കൊണ്ട് കളിപ്പിക്കുക ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ വിട്ടേ. അവർക്ക് അത് മനസ്സിലാകുന്ന ദിവസം അവർ തിരിച്ച് നിനക്ക് നല്ല 1ാം ക്ലാസ് പൊട്ടി തരും. ഞാൻ എന്തുകൊണ്ട് ജട്ടി ജിനുവിൻ്റെ കാര്യം പ്ലേ ചെയ്തില്ല? ഓൾറെഡി ഞാൻ കേസാക്കി പോയി. എനിക്കിനി ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് വിട്ടതാണ്. ഞാൻ ഇത്രയും ദിവസം പിടിച്ച് ഹോൾഡ് ചെയ്ത് അവന്മാർക്ക് സമയം കൊടുത്ത് വിട്ടതെന്താണെന്നറിയാമോ? എനിക്കും ഉണ്ട് അതേപോലെ വയസ്സിലൊരു മകൻ. ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ ആസ് എ മദർ ഞാനത് വിട്ടുകളയണം. പോട്ടെ, പിള്ളേരല്ലേ, അവന്മാരെന്തെങ്കിലും കാണിച്ചോട്ടെ, അതങ്ങ് വിട്ടേന്ന് വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഈ പറയുന്ന വളിരാജിൻ്റെ വീട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോയത് എന്താണെന്നറിയാം, അവിടെ ഒരു അമ്മ ഉണ്ടാവും. ആ അമ്മയോട് കാര്യം പറഞ്ഞാൽ നടന്നില്ലേ? ആ അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂടാ. തമ്മിലുള്ള ഇഷ്യൂ അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. അല്ല ഭൂലോക കാര്യമൊന്നുമല്ല. പക്ഷെ നീ അതല്ല. നിന്റെ കിക്കെന്ന സംഘടന വെച്ച് നീ ഈ നാട്ടുകാരെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിയെന്ന്. നിനക്ക് ആ സ്ഥലത്തൊന്ന് പോകാൻ പറ്റുമോ? ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യണ്. ആ കുട്ടികൾ അനുഭവിക്കുന്ന സുഖം, അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അവരനുഭവിക്കുന്ന സന്തോഷം നീ ഒന്ന് പോയി കാണടാ. സാത്താൻ്റെ മോനെ, സാത്താൻ്റെ മോനെ, അത് പോയി ഒന്ന് കാണടാ. ആ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നിനക്ക് ഇതുപോലെ സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ എന്ന വൃത്തികെട്ട ജന്തു, അതായത് നീ ബാക്കിയുള്ളത് പലതപാതർ എന്ന് പറയില്ല, നിന്റെ തള്ള. അത് ജാതിയാലുള്ള തൂത്തിയാ പോകൂല. ഞാൻ ജാതി പറയണമെന്ന് പറയല്ലേ, ആ ജാതിയിലുണ്ട്. ആ ജാതിയാലുള്ള തൂത്താ പോകൂലടാ. നിന്റെ വാട്ടിലുണ്ട്. എല്ലാ ജാതികൾക്കും ഉണ്ട് വീട്ടിൽ പറയാൻ ആള്. മനസ്സിലായില്ലേ? നിന്റെ ജാതിക്ക് അതില്ല. അഫൻ നമ്പൂതിരി സംബന്ധം കൂടിയ വകുപ്പിലുള്ളതല്ലേ, അത് അങ്ങനെ വരുള്ളൂ. ജാതിയാലുള്ളത് തൂത്താ പോകൂലടാ. അത് തന്നെയാണ് നിന്റെ കൾച്ചർ. നീ ബാക്കിയുള്ളവരെ തന്ത അന്വേഷിക്കല്ലേ? നിനക്കതുണ്ടോന്ന് അന്വേഷിക്കാദ്യം. എൻ്റെ അമ്മച്ചിയോട് ചോദിക്കും. പഞ്ചായത്ത് മുഴുക്കം ഉണ്ടോ എന്ന് ചോദിക്കും. അതാണ് കറക്റ്റ്. നീ നാട്ടുകാരതല്ലേ കയറല്ലേ? നീ അത്ര വൃത്തികെട്ടവനാണെന്ന് തെളിവായതാണ്. നീ സുനിതാ ദിവസം ഉണ്ടായിരിക്കുന്നത്. നീ പറഞ്ഞില്ല ചൈന പ്ലസ് നിന്റെ ചീലക്കിടയിൽ നിന്റെ ജെട്ടിക്കകത്തിരിക്കുന്നതാണ് ചൈന പ്ലസ് എന്ന് പറഞ്ഞില്ലേ? അവര് മിണ്ടിയോ? അവര് മിണ്ടാത്തടത്ത് ഉണ്ട് നീ കള്ളനാണെന്ന്. അവര് മിണ്ടിയോ? ഇല്ലല്ലോ. സുനിത മിണ്ടിയോ? ഇല്ലല്ല. പിന്നെ നീ മാത്രം കിടന്ന് കുരക്കണേന്തിരി എന്തോന്ന് സ്ഥാപിക്കാൻ നോക്കണത്? കൂടൂല, എനിക്ക് ഗത്തില്ല. കോമഡി പീസാ നീ ഇനി അതിൽ കോമഡി പീസാ. നീ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തേക്ക് ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് ഉള്ള ഒരു സ്ഥാപനത്തിനെയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും വരേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഉന്നത അധികാരിയായിട്ടിരിക്കുന്ന ആ മനുഷ്യനെ നീ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ സ്ഥാപനമേ ഇല്ലാണ്ടാകാൻ വേണ്ടി നീ കുറെ സാത്താന്റെ സന്തതികളെ കൂട്ടുപിടിച്ച് നടത്തിയ ആക്രമണമാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. എനിക്ക് വളരണ്ടടാ. ഞാൻ ഏതെങ്കിലും പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് നീ കണ്ട? ഇനി ഒരു പത്രസമ്മേളനം ഞങ്ങൾ നടത്തുന്നുണ്ട്, അത് നീ കാണും. ഇനി ഒരു സംഘടന ഞങ്ങൾ തുടങ്ങേണ്ടത്, അതും നീ കാണും. എന്താണ് സംഘടന കൊണ്ടുള്ള പ്രാക്ടീസ് എന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വരാം. മനസ്സിലായേ? സുനിതണ്ണ മിണ്ടില്ല ചേച്ചി, അതെങ്ങനെ ഒന്നും മനസ്സിലായില്ല. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. രാധാമാധവൻ പറഞ്ഞുതരാം. കിക്ക് എന്ന സംഘടന തുടങ്ങിയ ശേഷം കിക്ക് നടത്തിയ ആദ്യത്തെ പ്രോജക്റ്റിൽ ഷെഫീന എന്ന വ്യക്തിയെ തെറിത്തത്തയാക്കുക എന്നുവെച്ചാൽ മൊത്തം മേത്തക്കൂട്ടങ്ങളല്ലേ, മുറിയണ്ടീസ്, അൽമുറീസ്, അവരെല്ലാവരും കൂടെ ചേർന്ന് ഷെഫീനെ അങ്ങോട്ട് ഒതുക്കുക. എന്തുകൊണ്ട് ഒതുക്കണം അതും പറഞ്ഞുതരാം. ഷെഫീന എന്ന വ്യക്തി എങ്ങനെ സായിക്ക് എഗൻസ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ സായിയുടെ കിക്കെന്ന സംഘടനയ്ക്ക് എഗൻസ്റ്റ് ആകുന്നു? സിമ്പിളാണ്. സുഡാപ്പിക്കൂട്ടം. ഷെഫീന പറഞ്ഞത് ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ് ആണ്. ആദ്യം തന്നെ പറഞ്ഞു, കുട്ടികൾക്ക് നേരെ നടക്കുന്ന അട്രോസിറ്റി അതൊരു ക്രൈമാണ്. ആ അട്രോസിറ്റി ദ വെറി ബിഗിനിങ് ഞാൻ കണ്ടത് ഇസ്ലാം മത വിഭാഗത്തിൽ നടക്കുന്ന സുന്നത്ത് കല്യാണമാണ്. നിങ്ങൾക്കത് സുന്നത്താണെങ്കിൽ 18 വയസ്സിന് ശേഷം നടത്തൂ. ചടങ്ങ് നടത്താൻ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഈ അട്രോസിറ്റി ഞാൻ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തു. അത് അട്രോസിറ്റി തന്നെയാണ്. അത് മതത്തിൽ നിന്നുകൊണ്ട് മതപുസ്തകം എടുത്തു വെച്ച് അവഹേളിക്കാതെ കൃത്യമായി ഞാൻ പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. ഇവർക്ക് എന്നെ സംഘി ചാപ്പ കുത്താൻ പറ്റിയില്ല. കാരണം ഞാൻ ആക്രമിച്ചത് ആരെ? സംഘികളെ. എനിക്ക് സംഘികളെന്ന് പറഞ്ഞാൽ ഇഷ്ടമേ ഇല്ലാത്ത കാറ്റഗറി. അവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചവൾ ഞാൻ. അവിടെയും എന്നെ പൂട്ടാൻ പറ്റുന്നില്ല. പിന്നെ അടുത്തെന്താണ്? 15 വയസ്സെന്നുള്ള ഇവരുടെ വിവാഹപ്രായം, ഇവരുടെ സ്വത്തവകാശം തുടങ്ങി A to Z എല്ലാം ഞാൻ കയറി തൊട്ടപ്പോൾ എങ്ങനെ തൊട്ടു? ആരെങ്കിലും ഇരുന്നുകൊണ്ട് എഴുന്നള്ളിക്കുന്ന കണക്കല്ല, കൃത്യമായി പോയിന്റ് ബൈ പോയിന്റ് ഞാൻ പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയ ചാനലിൽ 1000-ഓളം വീഡിയോ ഉണ്ട്.
ഓരോ പണ്ഡിതന്മാരും പറയുന്നതിൻ്റെ വിരുദ്ധത എടുത്തു വെച്ച് പറഞ്ഞ് കൃത്യമായി വിവരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നശിക്കേണ്ട ആവശ്യം ആർക്കായിരുന്നു? സുഡാപ്പികൾക്കായിരുന്നു. സുഡാപ്പികളുടെ കൂട്ടായ്മയാണ് കിക്ക്. ആ കിക്ക് എന്നെ ആദ്യം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും ചലഞ്ച് ചെയ്തു, നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിന്റെ അമ്മ കൃത്യമായി നല്ലൊരു സ്ത്രീയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് കളയടാ, കാണട്ടെ ഞാൻ നിന്റെ മിടുക്ക്. എന്നിട്ട് ഷെഫീനെ കയറി വരുന്ന കണക്ക് ആദ്യത്തിൽ നിന്ന് തുടങ്ങ്, ദ വെരി ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങ്. പറ്റൂ നോക്ക്, നീ ഇന്ന് ജയിക്കുമെന്ന് നോക്ക്. ഷെഫീനൊക്കെ കോൺഫിഡൻസ് ഇല്ലേ? 107K ഉള്ള ഒരു ചാനൽ വേണ്ട എന്ന് വെച്ചിട്ട് നിന്റെ ഒന്നും കാല് പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് ആ സാധനം വേണ്ട എന്ന് പറഞ്ഞിരുന്നത് എൻ്റെ തൻ്റെ ഇടം നീ ഒന്ന് കാണിക്കും. പറ്റുമോ എന്നെ കൊണ്ട്? ചുണയുണ്ടോ എനക്കുണ്ട്? നീ ഒരു വ്യൂ വന്നില്ലേ, അതായത് ഐ മീൻ ഒരു ലൈവ് വന്നില്ലേ, ഞാനിരിക്കുന്ന കണക്ക് ഒരു ലൈവിൽ എനിക്ക് ഇരിക്കാൻ ധൈര്യം ഉണ്ടാ? ചലഞ്ചാണ് ഉണ്ടാ നിന്നെ കൊണ്ട്? ഞാൻ ഡെയിലി ലൈവ് ചെയ്യുന്നു, 3-4 ലൈവ് ചെയ്യാറുണ്ട്. ഒരു ലൈവ് നിനക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടാ? തൻ്റെ ഇടം ഉണ്ടാ? നിനക്കൊരു പിടുക്കുമില്ല, നിനക്ക് ആകെയുള്ള അവസ്ഥ അവസ്ഥ അവസ്ഥ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോടാ എൻ്റെ ചാനൽ നോട്ട് ചെയ്യാൻ? ഇടവ്യൂവില്ലടാ, ഇടവ്യൂവില്ലടാ, ഇടവ്യൂവില്ലടാ. ഇതാരാടാ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? നീയാ പറഞ്ഞത്? ആരാടാ പറഞ്ഞത്? ഞാനാണോ നീയാണോ പറഞ്ഞത്? വ്യൂവില്ലെന്ന് ജ്യോതിയുടെ തന്തയ്ക്കാണ് അത്, മനസ്സിലായോ? നിന്റെ തന്തയ്ക്കാണത്, യുവർ ഫാദർ, നിന്റെ ഫാദറിനാണത്. ഓക്കെ, നീ സംഖ്യ തന്നെയാണ്. ആയിക്കോട്ടെ, ഞാൻ ചാണക സംഖ്യ തന്നെ കണക്കായിപ്പോയി. ഇനിയിപ്പോൾ എന്താടാ ഈ നാട്ടിൽ സംഖ്യയാവി ജീവിക്കാൻ പറ്റൂലേ? ഞാൻ സംഖ്യ തന്നെ. ഇനിയിപ്പോൾ എന്ത്? ഇപ്പം നിനക്കെവിടെ കടിക്കുന്നു? നിനക്കെവിടെ കടിക്കുന്നു? അതാര് നോക്കൂ കൂട്ടാ? I'm also coming. To continue, we'll go after 5 minutes. ഷെഫീന, അവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞ അമ്മമാരെ കൂടി ഒന്ന് അന്വേഷിക്കുമോ? ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടേ. കിട്ടുവച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഇന്റർവ്യൂ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മോനെ? അവിടെ ഒരു ബ്രഷ് ഉണ്ട്, അതും കൂടെ എടുത്തുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ വന്ന് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്നൊരു ഹറിബറിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇത് കണ്ടപ്പോൾ കോമഡി ആയിട്ടുണ്ട്. കോമഡി നന്നായിട്ടുണ്ട് കേട്ടാ, ഒത്തില്ല, നെക്ക് ഗൊത്തില്ല. ഈ വോയിസിനെ കണ്ണിക്കാൻ ആ സാധനം പറ്റൂല, നെക്ക് ഗൊത്തില്ല. ഒരു കാര്യം ചെയ്യും, നിനക്കെതിരെ ഞാനും ഉണ്ണി മുകുന്ദനും മുതുകാടും കൂടെ പ്രശ്നമുണ്ടാക്കി കൊണ്ട് കേസ് കൊണ്ട് കുറേ കേസ് ഗൂഢാലോചന നീ തെളിയിക്കും. ഞാൻ ചലഞ്ച് ചെയ്യല്ലേ, കൊണ്ട് കേസ് പറ. നിയമത്തിനെ വിശ്വസിക്ക, കൊണ്ട് കേസ് എടുക്ക്, എന്നെ കേണട്ടെ. അല്ല അതെന്താ അതില്ലാതിരുന്നുണ്ട് തള്ളി മറിയില്ലടാ തള്ളൽ വീര. എന്തൊരു തള്ളലാടാ തള്ളിയത്. എൻ്റെ കോസ്റ്റ് ഫ്രണ്ട്സാണ്. അവിടെ നിന്ന് എന്തൊക്കെ വീഡിയോ എടുത്ത് നിനക്ക് നിന്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് തന്നെന്ന് പറഞ്ഞില്ലേ? വെയർ ഈസ് ദാറ്റ് വീഡിയോ? ഒന്ന് കാണിച്ചു തന്നെ കാണട്ടെ. കാണാനുള്ള ഗതി കൊണ്ടാ. എൻ്റെ കയ്യിൽ ഒരുപാട് വീഡിയോസ് ഇല്ലേ ഷൈന പ്ലസ് തന്നത്, അതൊന്ന് കാണിച്ചു തരുമോ? സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ്, ദ ഗ്രേറ്റ് നുണയൻ, കള്ളൻ, ചതിയൻ, കള്ളൻ, ഡബിൾ സ്റ്റാൻഡിന്റെ ആശൻ സായി കൃഷ്ണയാ പറഞ്ഞേ. സായി കൃഷ്ണ താത്ത എങ്ങനെയാ? ഏത് വകുപ്പിലാണ് ഞാൻ നിനക്ക് താത്ത? എന്താടാ എൻ്റെ പേര് എനിക്ക് അറിയത്തില്ലേ? ഷെബീന ബീവി എന്ന് പറയാൻ എന്താടാ പേടിയാ? ഷെബീന പറയുന്നില്ലേ താത്തേ? നീ ഏത് വകുപ്പിലാടാ എനിക്ക് താത്ത? എന്താടാ പേര് പറഞ്ഞാൽ പറ്റൂലേ എനിക്ക്? നീ എല്ലായിടത്തും ഞൊട്ടുന്ന ഷെബീന കയറി ഞൊട്ടല്ലേ? ഷെബീന ഫെയിമിന് വേണ്ടി ഒരു പിണ്ണാക്കും ചെയ്യുന്നോളല്ല. ഷെബീനൊക്കെ പിടുക്കാണ് ഫെയിം. ഷെബീനക്ക് ഫെയിം വേണ്ട, പക്ഷെ പറയാനുള്ളത് ഷെബീന പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൃത്യമായ തെളിവ് ഉൾപ്പെടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നീ അതിന് മറുപടി പറ. നീ കൂടുതൽ ഞെട്ടാൽ ഷെബീന എനിക്കെതിരെ ഗൂഢാലോചന നടത്തി. നടത്തിയിടാ, ഞാനതങ്ങ് ഏറ്റ്. യെസ്, ഞാൻ നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. നീ ആര്? ഉണ്ണി ആടാ, ഞാൻ ഇവിടെ നരേന്ദ്രമോദിയുമായിട്ട് ചേർന്ന് നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. എന്താന്നാടാ നീ എന്തൊരു പ്രസ്ഥാനോ? ആരുവാ നീ? നീ ആരി? എടാ നിന്നെക്കാട്ടി വ്യൂ ഉള്ള മനുഷ്യരില്ലേ? ആര് നീ? നീ ആരി? നിന്നെ എന്തോന്നതൊക്കായി? നീ എന്നതൊരു സോഷ്യൽ ഈവിളാണെന്ന് പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാതെ എനിക്ക് നിന്നെ പിടിച്ച് പൂട്ടാണെന്നല്ലോ. അടുത്തിട്ട് എന്നെ പൊട്ടിക്കും, ഞാൻ കാലുവാരി നിലത്തടിക്കും, ചവിട്ടി എന്നെ പള്ളക്കത്തോളം കുടലിയാൻ വെളിയിലാക്കും. തർക്കമേ ഇല്ല. എനിക്ക് എൻ്റെ പിള്ളയെ കാണുമ്പോൾ എന്തരടാ? എൻ്റെ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് എവിടെ കടിക്കുന്നു? നിന്നെ കണക്ക് അബിസ്ഥ. നീ 4 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയോ മാസ വരുമാനം ഉണ്ടാക്കുന്നില്ലേ? എൻ്റെ മോന് 15,000 രൂപയേ ഉള്ളൂ. പക്ഷെ അത് 1 കോടി രൂപയുടെ വാല്യൂ ആടാ. അത്രയും പണം എനിക്ക് 1 കോടി രൂപയുടെ വാല്യൂ. അവൻ വിയർത്ത് കൊണ്ടുവരുന്ന പൈസയാണ്. നാട്ടുകാരുടെ ബദ്ദുവായും നാട്ടുകാരുടെ കണ്ണീരും അതിനകത്തില്ല. അന്തസ്സായിട്ട് ജോലി ചെയ്ത് വിയർപ്പിൻ്റെ ഭാരം കൊണ്ടുവന്ന് എൻ്റെ കുട്ടി എനിക്ക് തരാം. ഞാൻ കൊടുത്ത മുലപ്പാലിൻ്റെ വീര്യം ആ കുഞ്ഞിലുള്ളത് കൊണ്ട് നീ ഇത്രത്തോളം അവനെ പ്രൊവോക്ക് ചെയ്തിട്ടൊരു അക്ഷരം നിനക്കെതിരെ വേണ്ടിയാണ്. ഈ പറയണ മൂങ്ങണ കിടന്ന് കഴിച്ചപ്പോഴത്തെ എൻ്റെ കുച്ചി എന്നാ ബ്രോ, വൈ ബ്രോ,
അത് ചോദിക്കാനുള്ള മാനേഴ്സ് ആ കുട്ടിക്കുണ്ട്. നിനക്കതുണ്ടോ? ആ വേസ്റ്റ് എഫക്റ്റഡ് ബൈ വേസ്റ്റ്. പെറ്റ തള്ള കക്കൂസ് കുഴി ആയാലും നിനക്ക് നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ വേസ്റ്റ് ആയിട്ട് തോന്നും. മനസ്സിലായില്ലേ? നിന്റെ പെറ്റ തള്ളയില്ലേ, അവള് കക്കൂസ് കുഴി ആയതുകൊണ്ടാണ് നിനക്ക് ബാക്കിയുള്ളവരെ എല്ലാവരെയും അങ്ങനെ തോന്നുന്നത്. സ്വാഭാവികമാണോടാ, അതിനൊന്നും ചെയ്യാനാകത്തില്ല. നീ എൻ്റെ നേരെ വെല്ലുവിളിച്ചോണ്ട് വരാൻ നിൽക്കല്ലേ, നടക്കുന്ന കേസല്ല അത്. നീ അങ്ങ് പള്ളിയിൽ പോയി അങ്ങ് പറഞ്ഞാൽ പാതിരിയുടെ അടുത്ത് പോയിട്ട് 2 മണിയും കൂടെ അടിച്ചത് ഡിങ് ഡാ ഡിങ് ഡാ ഡിങ് ഡാ. നീയും സുനിതാ ദേവദാസും കൂടെ പ്ലാനിഡായി ഈ പറയുന്ന മുതുകാടിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച പ്ലേ ആണെന്ന് കൃത്യമായി നിന്റെ വോയിസിലുണ്ട്. ഞാൻ ഇച്ചിരിയെ പ്ലേ ചെയ്തോളൂ, ബാക്കിയും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. നീ പ്ലേ ചെയ്തതാണോ അല്ലേന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ കൂടെ നിൽക്കുന്ന പുഴുക്കളോടാണ്, അൽപുഴുക്കൾ മൽവാണങ്ങളെ, നിങ്ങളെപ്പറ്റി ഇവൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണ്ടേ? അവിടെ ഇരുന്നുകൊണ്ട് ഷെഫീന താത്തയ്ക്കും തെറി താത്തയ്ക്കുമെതിരെ ലൈവ് ചെയ്യുന്നതിന് പകരം എൻ്റെ ലൈവ് കണ്ടാൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ അങ്ങോട്ട് തരാം. കേട്ട് അപ്പം മനസ്സിലാവും എന്താണെന്ന്. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും ഒരു പിണ്ണാക്കുമില്ല. എന്താണെന്നറിയാമോ? നിങ്ങളൊക്കെ ഇവൻ്റെ കയ്യിലെ മരപ്പാവകളാണ്. അത്രേ എനിക്ക് മനസ്സിലായുള്ളൂ. പിന്നെ തോൽക്കാനും തോൽപ്പിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇവനെ പോലുള്ളൊരു സത്യം തോൽക്കാനും തോൽപ്പിക്കാനും ഒതുക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വിഷയത്തിൽ ഉറച്ചു നിന്നാൽ അതിൻ്റെ കൂടെ കഴുത്ത് വെട്ടിയാലും നിൽക്കുന്ന നിലപാടുള്ള സ്ത്രീയെ ഒതുക്കാനെന്നല്ല തോൽപ്പിക്കാനെന്നല്ല തകർക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നടക്കൂല. ഫിനാൻഷ്യലോ ഫെയിമോ ഒരു സാധനം ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ഞാൻ. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ ഇച്ചിരി പണിയെടുക്കേണ്ടി വരും. നടക്കൂലടാ. നീ ശ്രമിച്ചു നോക്ക്, ഞാൻ വിട്ടു തന്നിരിക്കുന്നു. പിന്നെ നീ ഇതിൻ്റെ പേരിൽ എന്തെന്നങ്ങ് പറഞ്ഞ എന്തോ എൻ്റെ പേരെന്തോ പിന്നെ ഉണ്ണിമുകുന്ദൻ. എടാ നീ ഉണ്ണിമുകുന്ദനെ എൻ്റെ കൂടെ ചേർത്ത് വെച്ചു. നീ ഒരു കാര്യം ചെയ്യും, ഉണ്ണിമുകുന്ദനെ വിളിച്ചിട്ടാ, ഉണ്ണിമുകുന്ദ ചേട്ടാ നീയും അങ്ങനെ ഗുണാണ്ടർ എന്നല്ലേ നീ പറഞ്ഞത്. ഉണ്ണിമുകുന്ദനെ നീയും തമ്മിൽ ഒരു പ്രശ്നം ഇല്ലല്ലോ. നീ അവർ രണ്ടുപേരും കൂടെ വിളിച്ചിട്ട് പറ, ഉണ്ണിമുകുന്ദ നിങ്ങൾക്കെതിരെ സഫീന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതാണെന്ന്. ഞാൻ ധൈര്യമായിട്ടൊന്നും പറയുന്നില്ല അത് ഞാൻ തള്ളിയതാണെന്ന്. നീ പറ, നീ തള്ളിയതാണെന്ന്. നിനക്ക് സുനിതയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നീ തള്ളിയതാണെന്നൊന്ന് പറയടാ. തള്ളൽ വീര, അത് തള്ളിയതാണെന്ന് ഞാനങ്ങ് പറഞ്ഞു. അത്രയേ ഉള്ളൂ. കാരണം എൻ്റെ എവിഡൻസ് ഇല്ല. നോ എവിഡൻസ് വിത്ത് മീ ബിക്കോസ് ഐ ആം നോട്ട് ടോക്കിംഗ് ടു എനി വൺ. ഞാനത് അവളോട് പറഞ്ഞത് എന്താണ്? 8 ദിവസത്തെ എൻ്റെ ചാപ്പാട്, എൻ്റെ പൊന്നു മോളെ നീ ഈ ചെയ്തതിനുണ്ടല്ലോ, താങ്ക് യു സോ മച്ച്. എനിക്ക് പിന്നെ അതിനകത്ത് വലിയ ഫീലിംഗ് ഇല്ല, കാരണം അത് നീ അപ്പുറത്ത് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ തന്നത്. അതുകൊണ്ട് എനിക്ക് ഫീലിംഗ് ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരല്പം പോലും നീ എങ്ങനെയാണ് നിന്റെ അവസാനം എന്നുണ്ടോ നീ എഴുതി വെച്ചോ. ഞാൻ ഇന്നവരെ ഒരാളെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഫിജോയുടെ അടുത്ത് പോലും ഞാനതാ പറയുന്നത്. ആ പെൺകൊച്ചുങ്ങൾ പറയുന്നതുകൊണ്ടാണ് എനിക്ക് അവളോട് ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് അവളോട് ഒരു ദേഷ്യമില്ല. പക്ഷേ അവളെപ്പോലും ഞാൻ പറയാൻ പോയിട്ടില്ല. ഞാൻ അവൾക്കെതിരെ ഒരു പെറ്റീഷൻ പോലും ഫയൽ ചെയ്തിട്ടില്ല. ഇന്നവരെ ഇല്ല. ഒരു FIR ഇടാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ചെയ്തിട്ടില്ല. ഞാൻ പാസ്റ്റ് ഗോഡാണ്. അത് നിനക്കുണ്ട്. നീ എഴുതി വെച്ചോ. നിനക്ക് കിബില പോലും മനസ്സിലാവാതെ നീ കിടന്ന് പിടയ്ക്കാൻ പോണത് നീ കണ്ടോ? നീ പോയി ചേർന്ന എൻ്റെ കൂടെ അല്ലേ? എടീ വ്യവസ്ഥയുണ്ടോടി? ഒരു അല്പം വിവരം ബോധം എന്തെങ്കിലും മണ്ണാക്കുണ്ടോടി? എന്തൊരു ക്യാരക്ടറാണ്. അയ്യോ. നിങ്ങൾ അറിഞ്ഞ കൂട്ടുകാരെ, ഞാനും ഉണ്ണിമുകുന്ദനും മുതുകാടും കൂടെ ചേർന്നിട്ട് സായി കൃഷ്ണയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ? ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ അറിയാൻ വേണ്ടിയിട്ട് അത് ഞാൻ വീണ്ടും പറയുകയാണ്. സായി കൃഷ്ണ എന്ന പട്ടികഷ്ടത്തിനെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തേർന്ന ഗൂഢാലോചന നടത്തി. യെസ്, ഞാൻ ഗൂഢാലോചന നടത്തി. അല്ലാന്ന് പറഞ്ഞല്ലേ പ്രശ്നമുണ്ട്. അതേടാ, ഞാൻ ഗൂഢാലോചന നടത്തി. സത്യം. അടുത്ത് വേറെന്താ? പുതിയ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. കേക്കട്ട് അതും ഇതും കൂടെ ആയിട്ട് മാച്ച് ആവില്ല. അതായത് ഗഥില എന്ന് നടക്കൂല, എടിച്ചൂല. മനസ്സിലായ? അല്ലടാ, ആരടാ മനിയത്ത് എന്തിനാടാ നിന്നെ വിളിച്ചേ? മനിയത്ത് നിന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതല്ലേ നീ പറഞ്ഞത്? തള്ളിയതാണോടെ? അതും കൂടെ പറ. ഈ മനിയത്തെന്ന് പറയുന്ന ആളെ ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട്. അതോടുകൂടി നിന്റെ ഈ തള്ളൽ അന്ന് കാണാം. പിന്നെ അവകാശമുണ്ട. നീ എൻ്റെ ചാനൽ പൂട്ടിച്ചു, നീ ഇത്രയും പേരെ ചേർത്ത് നിർത്തി എന്നെ അപമാനിച്ചു, പിന്നെ ഞാൻ മിണ്ടാതിരിക്കൂ? എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് നിനക്കറിയില്ലേ? പള്ളിക്കൂടത്തിൽ പോകണം, എന്നാലും ഈ സിദ്ധാന്തമൊക്കെ പഠിച്ചാൻ പറ്റൂ. ഇതെങ്ങനെ അരി വാങ്ങിക്കാനായിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങൾ അമരാവതിക്കുന്നത് നിനക്കെന്ത് കാര്യം? എന്ത് പള്ളിക്കൂടം, എന്ത് വിദ്യാഭ്യാസം, എന്തറിവ്, എന്ത് ശീന? അങ്ങ് കരയല്ലേ? ഒരു രസമില്ല കേട്ടോ നീ കരയണ കാണാൻ. നീ ഇതൊന്നും അല്ല, വരുന്നുണ്ട്. നീ ഇവർക്കയച്ച ഇതെന്താണ്? അത് കാണണ്ടേ നിങ്ങൾക്ക്? ആ സാധനം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഹി വാണ്ട്സ് ടു ഗോ ബുക്ക് പ്ലസ്. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഇയർ ഉണ്ണിമുകുന്ദനെ ഉണ്ടാക്കി. ഈ വർഷം അവനിക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ സംസാരിച്ചു, ഇവർ സംസാരിച്ചു. ഇവരൊക്കെ സംസാരിക്കും. ഇനിയിപ്പോൾ കണ്ണൻ സംസാരിച്ചു. അതിനകത്ത് കണ്ണനെ നിന്നെ പിടിച്ച് ആക്കണമെന്നല്ലേ ഉള്ളൂ. തെളിയിക്കണ്ടേ? തെളിവ് കൊണ്ടുവയ്ക്കടേ.
ഞങ്ങൾ തെളിവല്ലേ കൊണ്ടുവച്ചത്? നീ എന്നോട് സംസാരിച്ചതിനുള്ള റെക്കോർഡിക്കൽ എവിഡൻസ് ആണ്. ഈ വോയിസ് ഞാൻ ആർക്ക് കൊടുത്തെന്നുള്ളതും കൂടെ നീ കൊണ്ടുവയ്ക്ക്. അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. 9 ദിവസം ഇവിടെ കിടന്ന് നക്കി മുക്കി തിന്നവൾക്ക് ഞാൻ അയച്ച ഒരു വോയിസ് ക്ലിപ്പാണ് അവനെടുത്ത് വെച്ച് പ്ലേ ചെയ്തത്. എൻ്റെ കൂടെ കിടന്ന് എൻ്റെ വീട്ടിലെ സാധനങ്ങൾ തിന്ന് എൻ്റെ കൂടെ 9 ദിവസം വേറെ നിവർത്തിയില്ലാതെ ഗതി കെട്ട് ഇവിടെ വന്ന് നിന്ന് നക്കി തിന്ന് മുക്കിയവൾ കൊണ്ട് കൊടുത്ത സാധനമാണ്. ഇതിൻ്റെ അപ്പുറം നീ പറയും. നീ 9 ദിവസം ഇവിടെ നിന്നിട്ടും നിനക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. ഞാൻ വരുന്നതാ. I am coming. Okay, live ഉണ്ട് രാത്രി. I am coming. നീ അറിഞ്ഞ അവസ്ഥ ഗുണാഫിക്. ഒരു മിനിറ്റ് വേണം, ഞാൻ ഇതൊന്ന് കാണിച്ചിട്ട് ഇതാ വരുന്നത്. ഇത് ലാസ്റ്റ് ഇതും കൂടെ കാണിച്ച് ഞാൻ എൻ്റെ പാട്ടിന് പോകും. എടാ ഞാൻ വരുന്നില്ല വെപ്രാളപ്പെടാതെ. ആ വരുന്നു. അങ്കു എഴുന്നേര്. ഇതൊന്ന് വായിച്ചു നോക്ക്. ഒരേ സാധനം. ലീഗൽ ആക്ഷൻ ഓൺ അഗേൻസ്റ്റ് ദ പേഴ്സൺ മെൻഷൻഡ് എബോവ് ദ ഹൈക്കോർട്ട് ഓഫ് കേരള. ഫ്രോഡ് അയച്ചതാ. ഫ്രോഡ് ഞങ്ങൾ കൊടുത്ത ഇതിന് അയച്ചതാണ്. ഇത് നിങ്ങൾ ഒന്നുകൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വായിച്ചോളിയും കേട്ടോ. ദയവ് ചെയ്തിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വായിച്ചു നോക്ക്. ഇതിനകത്ത് റോഡോലന്റെ എന്തൊരാണെന്നുള്ളത് അവൻ ഓക്കെ. അപ്പൊ ശരി, പിന്നെ കാണാടെ. ഓക്കെ. അവസ്ഥ ഷെവീന ഉണ്ണി മുകുന്ദനുമായിട്ട് ചേർന്ന് അവനെ കൊടുക്കാനായിട്ട് അത്യധികമായ പുതിയ രീതിയിൽ കണ്ടുപിടിച്ച് എന്തൊക്കെയാ പ്രശ്നമുണ്ടാക്കി. ആടാ ഞാൻ തന്നെ ഏറ്റില്ലെങ്കിൽ എനിക്ക് വിഷമല്ലോ. ആടാ തന്നെടാ ഞാൻ ഗൂഢാലോചന നടത്തി നിന്നെ തീർക്കാൻ. പോരെ, നിന്നെ തീർക്കാൻ ഞാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ തന്നെ ഞാൻ തീർത്ത് കെട്ടും. പോരെ, എൻ്റെ ചാനൽ നഷ്ടപ്പെടുത്തിയവന്മാർക്ക് എല്ലാവരുടെയും ചാനൽ കളയാനായിട്ട് പബ്ലിക്കിൽ പറഞ്ഞിട്ട് സ്ട്രൈക്ക് എന്നോളാം ഞാൻ. നിനക്ക് പബ്ലിക്കിലാണ് ഞാൻ പറഞ്ഞത്, രഹസ്യമായിട്ടല്ലടാ, പബ്ലിക്കിലാണ് പറഞ്ഞേ നിന്നെ തീർക്കാൻ. അതിനാര് ഇൻവെസ്റ്റ് ചെയ്താലും ഐ വിൽ കളക്ട് ദാറ്റ് മണി. ആർക്കും എന്നെ സഹായിക്കാം, ആർക്ക് വേണമെങ്കിലും എനിക്ക് പേയ്മെൻറ്റ് തരാം ഇവനെ തീർക്കാനായിട്ട്. ഞാൻ ചെയ്യും. നിന്നെ മാത്രമല്ല, പേപ്പട്ടി പേയാടും ഉണ്ട്. പേപ്പട്ടി പേയാടിന് അമ്മ സംഘടനയെ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. പേപ്പട്ടി പേയാടിന് ആരുടെയും വോയിസ് ക്ലിപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് വിടൂല, ഒരാളെയും വിടത്തില്ല. അങ്ങനെ നിങ്ങൾ ചൊറിയണ്ട. ചുമ്മാതെ മേലണങ്ങാതെ ഒരു സ്ഥലത്തിരുന്ന് ആവശ്യം നക്കി മുക്കിക്കൊണ്ടിരുന്നവൻ ഗതിയുമില്ലാതെ പരഗതിയുമില്ലാതെ എൻ്റെ തലയിലോട്ട് പാഞ്ഞു കയറിയപ്പോൾ ഓർക്കണമായിരുന്നു, ഇപ്പുറത്ത് ചുമ്മാതെ ഫെയിമിനോ പൈസയ്ക്കോ വേണ്ടി അല്ലാതെ വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്നും അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭ്രാന്താണെന്നും അങ്ങനെയുള്ള ഒരു ഭ്രാന്തിയെ കയറി തൊട്ടാൽ തൊട്ടടം പൊള്ളിക്കുമെന്നുള്ള ബോധം നിനക്ക് വേണ്ടേടാ. അരി വാങ്ങിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇങ്ങനൊരു പണി നീ പ്രതീക്ഷിച്ചില്ലല്ലേ? ഉറച്ചു വിശ്വസിച്ചോ, ഷെഫീന നിന്നെ തീർത്തിട്ടേ അടങ്ങുള്ളൂ. തർക്കമേ വേണ്ട. നീ എന്ന സാധനം സോഷ്യൽ ഈവിളാണെന്ന് തെളിവുൾപ്പെടെ തന്നിട്ടാണ് പോകുന്നത്. അവിടെ ഇരുന്ന് വാങ്ങുള്ളൂ, അത്രയേ ഉള്ളൂ. കഴിച്ച് പാടാൻ അറിയുക ചെബീനാക്ക് വളരെ. എടാ ഞാൻ വളർന്ന് പന്തലിച്ച് 2 കൊള്ളരെയും പ്രസവിച്ച് ഇനി വയസ്സായി കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണം. എനിക്കിനി വളരണ്ട, എന്നെ നീ വളർത്തണ്ട. എൻ്റെ മക്കൾക്ക് ഇനി വളരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ചാനലില്ല. നീ അഥവാ എൻ്റെ ചാനൽ ഞാൻ ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യുന്ന എൻ്റെ മരുമോക്കായിരിക്കും. നീ എൻ്റെ മരുമോളെ വളർത്താനോ നോക്ക്, അല്ലാതെ വേറെ ആരെയും നോക്കണ്ട കേട്ടാ. അബിഷ്ഠ 1 കിലോ പടവലങ്ങ വാങ്ങിച്ചു തരട്ടെ, അതിൻ്റെ മമ്മിക്ക് കൊടുക്ക്, എന്നിട്ട് കയറ്റാൻ പറ. അതാണല്ലോ മമ്മി ചെയ്യണം. മോനത് കണ്ടു വളർന്നുകൊണ്ടാണല്ലോ ഷെഫീന പടവലങ്ങ കയറ്റുന്നെന്ന് കണ്ടു പറഞ്ഞത് അല്ലേടാ. പടവലങ്ങ അരയിഞ്ച് ചാമാനം വെച്ചിട്ടാണ് നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പടവലങ്ങ. പടായി നാറ്റ് മാറി. ഗുഡ് നൈറ്റ്. എപ്പോൾ വരാമേ? പിന്നെ വിളിക്കാം. മോനി വാ. പിന്നെ വരാം. പോലെ അവസ്ഥ ഒറ്റ കുത്ത്.